ശരീരത്തിൽ മുറിവുണ്ടായാൽ നാം അത് ഉണങ്ങാൻ മരുന്നുകൾ അപ്ലൈ ചെയ്യും. എന്നാൽ ഉണങ്ങാത്ത മുറിവുകളുമായി മരണം വരെ ജീവിച്ച ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സെപ്റ്റംബർ 23 വിശുദ്ധ പാദ്രെ പിയോയുടെ തിരുനാൾ. 1910 അദ്ദേഹത്തിന് പഞ്ചക്ഷതം ലഭിക്കുന്നത്. രാത്രിയും പകലും വിങ്ങുന്ന വേദന, രക്തമൊലിക്കുന്ന മുറിവുകൾ. എങ്കിലും പരാതിയില്ല. എത്ര വർഷങ്ങളാണെന്നോ? നീണ്ട 50 വർഷങ്ങൾ, മരണം വരെ ശരീരത്തിൽ 2 കൈയിലും 2 കാലിലും മാർവിലും ഈ മുറിവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിക്കും. നിരന്തരം ജപമാല പ്രാർത്ഥിക്കും. എന്നും വെളുപ്പിന് 2:30 ഉണർന്നാൽ തുടർന്ന് പ്രാർത്ഥന, വെളുപ്പിന് ദിവ്യബലി. കൈയുടെ ആ മുറിപ്പാടുകൾ അപ്പോൾ മാത്രമേ അദ്ദേഹം തുറന്നിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അനേകായിരങ്ങൾ വെളുപ്പിന് ആ ദേവാലയത്തിൽ എത്തിച്ചേരും ആ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തരുത്. പാദ്രി അതാണ് നിങ്ങളോടും എന്നോടും പറയുന്നത്. യേശുവിന്റെ കുരിശു മരണത്തിന്റെ സഹനങ്ങൾ ഏൽക്കുക, അതൊരു ഭാഗ്യമാണ്. മുറിവുകളല്ലെങ്കിലും ഹൃദയത്തിലും നമുക്ക് മുറിവുകൾ ഏൽക്കാറില്ലേ? ഒറ്റപ്പെടുത്തലുകൾ പാദ്രിക്കുണ്ടായിരുന്നു, നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ജീവിതം നയിക്കുമ്പോൾ സഹനത്തിന്റെ മാധുര്യം കൂടി ഒപ്പം ദൈവം നമുക്ക് സമ്മാനിക്കും. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കണ്ടേ? ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.